അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസിൻ്റെ ഉമ്മ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അല്ലെങ്കിലും ഒരു അഴിച്ചുപണി അത്യാവശ്യമാണ്. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ജീവിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലോ ഒന്നും യാതൊരു ചിട്ടയും ഒന്നുമില്ല. അവർക്ക് ഇഷ്ടമുണ്ടാവുമ്പോൾ എണീക്കും, വരും, ഭക്ഷണം കഴിക്കും, പോകും, അത്ര തന്നെ. പക്ഷേ ഇനി അങ്ങനെ പറ്റൂല. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. ഇൻഷാ അല്ലാ എൻ്റെ ഷാമോനെ കൊണ്ടും കല്യാണം കഴിപ്പിക്കാനുള്ളതാണ്. ഇതേ പഠിത്തം തന്നെ അവളും വന്നാൽ പഠിക്കും. അല്ലെങ്കിലും മൂത്തച്ചികളുടേത് കണ്ടിട്ട് തന്നെയല്ലേ ഇളച്ചികൾ പഠിക്കുക. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊരു മാറ്റം വേണം. മൂത്ത രണ്ടുപേരും അങ്ങനെ, ഒരാൾ ജോലിക്കാരി, ഒരാൾ ഗൾഫുകാരി. ഒന്നും വേണ്ട, വീട്ടിലെ ജോലി ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ശരിക്ക് 5 വക്ത് നിസ്കരിച്ചാൽ മതി, അത് മാത്രം മതി, എന്നാൽ തന്നെ വലിയൊരു ഐശ്വര്യമാണ്. ഇത് ഇവർ ഓൾക്ക് ഇഷ്ടം പോലെ അങ്ങനെ കാട്ടിക്കൂട്ടും. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിക്കണത്? ഈ നിസ്കരിക്കാത്തവർക്ക് വേണ്ടിയിട്ടോ? ഹേയ്, ഇനി എന്നെ കിട്ടൂല. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. എന്തായാലും ഇന്ന് വൈകുന്നേരം എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടണം, കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ആണുങ്ങളെ മാത്രമല്ല, പെണ്ണുങ്ങളെയും എല്ലാവരെയും. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിലത്തെ വലിയ ആൾ ഞാൻ തന്നെയല്ലേ. ഉമ്മയുടെ മനസ്സിൽ ഓരോ പുതിയ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തലേന്നത്തെ ആ ഒരു സംഭവം ഉമ്മയുടെ മനസ്സിലേക്ക് കയറി വന്നു. എന്തൊക്കെയായിരുന്നു അവിടെ കോലാഹലങ്ങൾ? ഒരു വീടായാലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നില്ലെങ്കിൽ അയൽവാസികൾ താമസിക്കുന്നില്ലേ? അവരുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ, ആരെയും പേടിയില്ല, അതുകൊണ്ടാണ്. പേടിക്കാൻ ആരുമില്ല, ഓരോ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളൊന്ന് പറയണം. എല്ലാവരും ഭക്ഷണത്തിന് വരുമല്ലോ, ആ ഒരു സമയത്താക്കാം. അങ്ങനെ ആകുമ്പോഴേ എല്ലാവരും കിട്ടുള്ളൂ, അല്ലാതെ അവരെ കിട്ടൂല. അന്ന് രാവിലെ തന്നെ ഫൈസലും ഇറങ്ങി വരുന്നത് കണ്ടു. ഉമ്മ ഗൗരവത്തോടു കൂടി തന്നെ ചോദിച്ചു, എന്താടാ പതിവില്ലാതെ നേരത്തെ തന്നെ എണീറ്റല്ലോ? എന്നും ഇങ്ങനെ ശീലമായിക്കൂടെ? ഇന്നിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ? മറ്റത് 9-10 മണിക്ക് എണീറ്റ് വരും. ഉമ്മ. ഫൈസൽ കുറേ ദിവസത്തിനു ശേഷം ആദ്യമായി ഉമ്മയെ വിളിക്കുന്നു. മനസ്സിന് സ്വസ്ഥത ഉള്ളിടത്തല്ലേ മര്യാദക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഇത് സ്വസ്ഥതയില്ല. ഒരാളുടെ രഹസ്യങ്ങളൊക്കെ ചികഞ്ഞ് അന്വേഷിക്കുക, ഇതൊക്കെയല്ലേ ഒരാളുടെ പ്രവൃത്തി. പിന്നെ എങ്ങനെ? എന്താടാ അതിന് മാത്രം നിനക്ക് ഇത്ര രഹസ്യമുള്ളത്? അതൊക്കെ ഉണ്ടാവും ഉമ്മ. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ പലതും ഉണ്ടാകും. അതൊന്നും മറ്റുള്ളവരിങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല. അത് അവരുടെ ഒരു ഫ്രീഡാണ്, അതില്ലാതാക്കരുത്. ഇത് ഉറങ്ങുന്ന സമയത്ത് വരെ ഫോൺ ലോക്ക് തുറന്ന് അതിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതിനെക്കുറിച്ച് പറഞ്ഞ് ബഹളം വെക്കുക. എന്താ ഇപ്പോൾ ഇതിനൊക്കെ ഒരു പേര്? എത്ര സെക്യൂർഡായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ അറിയാത്ത രീതിയിൽ ചതിയിലൂടെ ഓപ്പൺ ചെയ്യുക. ഉറക്കത്തിലാണ്, ഞാൻ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ലോക്ക് അവൾ ഓപ്പൺ ആക്കുന്നത്. ഇതൊക്കെ എന്ത് ന്യായ? ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉമ്മയോട് അവൻ പറയുന്നു. ഉമ്മ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ എന്ത് മിണ്ടാൻ, അവൻ്റെ സ്വഭാവം ആദ്യമേ അങ്ങനെയല്ലേ. എൻ്റെ നുസൈബ അവൻ്റെ അടുത്ത് നിന്നല്ലേ കഷ്ടപ്പെട്ടത്. ഇപ്പോഴവൻ ദയോടെ എന്നോട് വന്ന് പറയുന്ന കാര്യങ്ങൾ. ഫൈസലേ, നീ പറയുന്ന പോലെയൊന്നല്ല. ഒരു ഭാര്യയും ഭർത്താവുമ്പോൾ രഹസ്യങ്ങളും പരസ്യങ്ങളൊക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ആളുകളാണ്. രഹസ്യമായവർക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് സാധാരണ നല്ല രീതിയിൽ. പക്ഷേ നിന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നീ ഇതല്ല ഇതിനപ്പുറവും നീ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ നല്ലൊരു പെണ്ണിനെ ഒഴിവാക്കിയതാണ് നീയെ. അവളെ നീ ബുദ്ധിമുട്ടിച്ചതാണ്. നുസൈബയെ ഓർമ്മയുണ്ടോ നിനക്ക്? എട്ടും പൊട്ടും തിരിയാത്ത ആ പെണ്ണ് കയറി വന്നത് ഈ വീട്ടിലേക്കായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നീ അവളെ ഭരിക്കുകയായിരുന്നു. അവളെപ്പോഴും ദ്രോഹിച്ചുകൊണ്ടും അവളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചുകൊണ്ടും അങ്ങനെയായിരുന്നു. എത്ര ദിവസം നീ നിൻ്റെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ ഫൈസലെ നിനക്ക്? ഞാൻ നിൻ്റെ ഉമ്മയാണ്, ശരിയാണ്. പക്ഷേ ഒരു ഉമ്മയും മോനൊന്നും ഇതൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ മക്കളുടെ ഈ ദുസ്വഭാവം കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? ആ കുട്ടി എത്ര ദിവസം കരഞ്ഞ് എൻ്റെ കട്ടിലിന് ചുവട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്. അതൊക്കെ നിൻ്റെ ദ്രോഹം കൊണ്ട് മാത്രമല്ലേ? ഒരിക്കലും പഠിച്ചോ വെറുതെ വിടൂല. ഒരാളെ നമ്മൾ ദുനിയാവിൽ കഷ്ടപ്പെടുത്താൻ പാടില്ല.
അതിനുള്ളത് അള്ളാഹു ദുനിയാവും തന്നെ വരും. ഒരാളെ നമ്മൾ കഷ്ടപ്പെടുത്തരുത്, നമ്മളെ കൊണ്ട് ഒരാൾ വേദനിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലേ അത് നമുക്ക് ദുനിയാവിന്ന് തിരിച്ചു കിട്ടും, അത് ഉറപ്പാണ്. എത്ര പെട്ടെന്നാണ് നിനക്ക് ഈ ഒരു അവസ്ഥ വന്നത്? അതെ, നുസൈബാൻ ഇങ്ങനെ ഭരിച്ചു കൊണ്ടെടുക്കണേ പോലെ ഷാനിയെ പറ്റൂല. അത് അവൾ സമ്മതിക്കൂല. അവളെ കുറച്ച് ഉഷറുള്ള പെണ്ണാണ്, അല്ലാതെ നുസൈബയെ പോലെ പച്ചപ്പാവമല്ല. അങ്ങനെ ഓർക്കണം. ഉമ്മ എന്തിനെ വീണ്ടും വീണ്ടും നുസൈബ നുസൈബ എന്നിങ്ങനെ പറയണത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല. എൻ്റെ ഇഷ്ടത്തിന് അവൾ നിന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്ത് ഒഴിവാക്കി കളഞ്ഞു. വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കരുത്, എനിക്കിഷ്ടമല്ല. എന്നാൽ പിന്നെ നീ ഒരു പരാതിയും എന്നോട് വന്ന് പറയരുത്. നീ ചെയ്തതിന് പകരമായിക്കൊണ്ട് ദുനിയാവെന്ന് തന്നെ നിനക്ക് കിട്ടി. അതാ ഇപ്പോൾ അവൾ നിന്നെ വല്ലാതെ അങ്ങ് ഭരിക്കുന്നുണ്ടല്ലേ? അത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അത് നിനക്ക് പഠിച്ചവനായിട്ട് തന്നതാണ്. ആ പാവപ്പെട്ട പെൺകുട്ടിയെ നീ കഷ്ടപ്പെടുത്തി, അതിന് പകരമായിട്ട് പഠിച്ചവൾക്ക് നല്ലൊരു ജീവിതം നൽകും. ഈ നോക്കിക്കൊണ്ടി. അവൾ ഇനി നമ്മളുടെ ലെവലിലൊന്നും ആയിരിക്കില്ല. അവൾ ഉന്നതങ്ങളിലെത്തും, അത് ഉറപ്പാണ്. എൻ്റെ പ്രാർത്ഥന ഇന്നും അവൾക്കുണ്ട്. കാരണം അത്രക്കും ആ കുട്ടി സഹിച്ചിട്ടുണ്ട്. എനിക്ക് സുഖമില്ലാതായപ്പോഴൊക്കെ ഓടി വന്നത് അവളാണ്, മറ്റാരുമല്ല. ഫൈസലിനോട് വളരെയധികം ദേഷ്യത്തോടെയാണ് ഉമ്മ അതെല്ലാം പറയുന്നത്. അവൻ പറഞ്ഞു, ഹോ, ഒരു പരാതി പറയാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഒന്നായിരുന്നു വിളമ്പും. മനുഷ്യരിന് ടെൻഷൻ വന്നപ്പോൾ വന്ന് പറയാൻ വന്നതാ, അപ്പോഴേക്കത് അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടി. വേണ്ട, നീ പറയുന്നില്ല, അങ്ങോട്ട് സഹിക്കന്നെ. എടാ മോനെ ഫൈസലേ, നിന്നോട് എനിക്ക് സ്നേഹമില്ലായിട്ടോ ഒന്നുമല്ല. പക്ഷെ നിൻ്റെ പ്രവൃത്തി അത് നീ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. പിന്നെ എൻ്റെ കുട്ടിനോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു പെണ്ണിൻ്റെയും കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല കേട്ടോ. അതെങ്ങാനും ആ കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ അതേ അതൊരിക്കലും നമുക്ക് ദുനിയാവിൽ സുഖം ഉണ്ടാവില്ല. അത് എന്നും നിനക്കതൊരു വേദനയായി അതുണ്ടാകും. ഒരു കാര്യമില്ലാതല്ല പെൺകുട്ടിനെ കൊണ്ടാക്കിയത്. ഫേഷല്ലാന്നോ, നിൻ്റെ മോഡലിന് കിട്ടണില്ലാന്നോ അതല്ല പറഞ്ഞത്. വേറൊരു കുഴപ്പമില്ലല്ലോ കുട്ടിക്ക്. കയ്യിനോ കാലിനോ കണ്ണിനോ ഒന്നിനൊരു കുഴപ്പമില്ല, ബുദ്ധിക്കും കുറവില്ല. നന്നായിട്ട് വൃത്തിയും വെടുപ്പിലും കൊണ്ട് നടക്കുന്ന വീടും പരിസരവും ഒക്കെ എല്ലാം കൊണ്ട് പെർഫെക്റ്റായ നല്ല ദീനിയായൊരു പെൺകുട്ടിയായിരുന്നു. കളഞ്ഞില്ലടായി. എനിക്ക് ഖേദല്ലേ എൻ്റെ മനസ്സിൽ. അന്നെ വിളിച്ചിരുന്നില്ലേ സുബഹിക്ക്, ഇക്ക എണീറ്റോളി, ഇക്ക എണീറ്റോളി പറഞ്ഞിട്ട് നീ എത്ര വട്ടം അവളെ ചീത്ത പറഞ്ഞ് ആട്ടിയിട്ടുണ്ട്. ഒരു നിസ്കാരക്കാരി വന്നിരിക്കുന്നു, ഒന്ന് മനുഷ്യനെ കിടക്കാൻ പോലും സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയില്ലേ നിനക്ക്? അതെ, അതൊക്കെ നീ ചെയ്തതാണ്, വേറെ ആരും ചെയ്തതല്ല. എൻ്റെ മോൻ ഫൈസൽ ചെയ്ത് കൂട്ടിയതാണ് അതൊക്കെ ഒരു പെണ്ണിനോട്. അപ്പോൾ എനിക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറം കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ. എൻ്റെ മക്കളെ കാത്തു രക്ഷിക്കണേ എന്ന് ഞാൻ 5 നേരവും കൈ നീട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെറുതായ രീതിയിൽ പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ലേ കാരട്ടോ. ഹോ, ഇനിയിപ്പോൾ അതും കൂടെ വേണ്ടുള്ളൂ. ഒന്ന് തന്നെ തലയിൽ കയറ്റി വെച്ച് കുടുങ്ങി നിൽക്കുകയാണ്. ഒന്നിനും സമ്മതിക്കുന്നില്ല, തിരിയാനും മറിയാനും അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് വരെ ഒന്നിനും സമ്മതിക്കാത്തൊരു സാധനം. മോനെ ഫൈസലേ, നുസൈബ് എല്ലാത്തിനും സമ്മതിച്ചിരുന്നല്ലേ? എൻ്റെ ഫോൺ അവളെ തൊട്ടിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. അവളെ തൊടില്ല, അവൾക്ക് പേടിയാണതൊക്കെ. നിന്നോട് അവൾ ചോദ്യം ചെയ്തിരുന്നോ? എവിടെയായിരുന്നോ? എന്താ വരാത്തത്? അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരിക്കലും അവളില്ല, പറയൂല. പാവം പെൺകുട്ടിയാണ്. ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് കാത്തിരിക്കും. ഞാൻ പറയും, മോളെ നുസൈബ പോയി കിടന്നോ, ഓൻ വരുമ്പോൾ കഴിച്ചോളും, അല്ലാതെ എത്രയെന്ന് വിചാരിച്ചിങ്ങനെ. ഉമ്മ വേണ്ടുമ്മ, ഇക്ക ചിലപ്പം വിശന്ന് വരികയായിരിക്കും. ഇനിയിപ്പോൾ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അടുത്ത് ആരും ഇല്ലെങ്കിൽ ഇക്ക പട്ടിണി കിടന്നാലോ? അങ്ങനെയാണ് ആ കുട്ടി വിചാരിച്ചിരുന്നത്. ആ കുട്ടിയുടെ മനസ്സ് അതുപോലെ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി പറഞ്ഞിട്ടെന്താ? അല്ലടാ, ഇന്നലെ എന്താ ഷാനി വന്ന് പറഞ്ഞത്? നിനക്ക് ഏതൊരു പെണ്ണിനോട് ബന്ധമുണ്ടെന്നോ അങ്ങനെയൊക്കെ? ആ ഷാനി, അവളെ കയ്യിൽ കിട്ടിയാൽ ഞാനിങ്ങനെ ഞെരിച്ചു കൊല്ലും. എടാ പിന്നെ നിങ്ങൾ നെരിച്ചു കൊല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്തോളി, പക്ഷേ ഇവിടെ വെച്ച് നടക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ തോന്നിയാസത്തിനൊക്കെ ഈ വീട് വിട്ടു പോകണം. അല്ലാതെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളിങ്ങനത്തെ ഓരോ ചെറ്റത്തരങ്ങൾ കാണിച്ചാലുണ്ടല്ലോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതേ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂത്താടാനുള്ള വീടല്ല.
എപ്പോഴും ഒച്ചപ്പാടും ബഹളവുമായിട്ട് നാട്ടുകാരെന്ത് വിചാരിക്കും? ഒന്നുമില്ലെങ്കിൽ തൊട്ടടുത്ത് വീടുകളില്ലേ, അതിങ്ങനെ ഒന്ന് ആലോചിക്കണ്ടേ? ആര് കേട്ടാലും കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടം ഞാൻ നടത്തും. എന്നാ മോൻ ചെല്ലേ, മോൻ്റെ ഇഷ്ടം പോലെയൊക്കെ എന്താ വെച്ചാൽ ചെയ്യേ, ഇനി ഞാനൊന്നും പറയുന്നില്ല. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ആകെ ഇപ്പോൾ ടെൻഷനാണ്. കാരണം മറ്റൊന്നുമല്ല, വിവാഹപ്രായമായി നിൽക്കുന്ന ഷാമോനെ അവന് കല്യാണം റെഡിയാക്കണം. അതിന് ഈ രീതിയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ആ കുട്ടി പേടിക്കൂലേ? ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളും ഇവരുടെ കാട്ടിക്കൂട്ടിലേക്ക് കണ്ടാൽ അവളും അതുപോലെ തന്നെ പഠിക്കും. എന്താപ്പം ചെയ്യുക? എല്ലാവരും പുറത്താക്കുക വേണ്ടത്, ആരും വേണ്ട ഇവിടെ, ഞാൻ നിന്നോളാം. ഉമ്മ സങ്കടം കൊണ്ട് അങ്ങനെ പറഞ്ഞു. വീട്ടിൽ നിൽക്കുന്ന ആളുകൾ നല്ല രീതിയിലല്ലെങ്കിൽ പഠിച്ചോനെ പിന്നെ ഇപ്പം എന്താ അതിൻ്റെ ഒരു അവസ്ഥ? ഇന്നെന്തായാലും എല്ലാവരും കൂടി ഭക്ഷണത്തിൽ വരുമല്ലോ, ആ ഒരു സമയത്ത് ഒരു ചർച്ച നടത്തണം. ഒന്നുമല്ല, ഞാൻ തന്നെ അതിൽ പറയാനുള്ളത്, വേറെ ആരുമല്ല. നിസ്കരിക്കാത്തവർക്ക് കുറേ വെച്ച് വിളമ്പിയിട്ട് വലിയ കാര്യമൊന്നും കിട്ടൂല. ഒരു ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു കപ്പൽ മുങ്ങാൻ നിൽക്കുകയായിരുന്നു. ആ മുങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരാളെ ആ കപ്പലിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ കപ്പൽ ബാലൻസായിട്ട് മുങ്ങാതെ രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരെ പുറത്തിടും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് അതിൽ നിസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവരെ എടുത്ത് പുറത്തിട്ടുള്ളൂ എന്ന് ഒരു നിർദ്ദേശം വന്നത്. അതുപോലെയാണ് നിസ്കരിക്കാത്തവരൊക്കെ പുറത്താക്കണം. ഇനി ഒരു കുട്ടീനെ നിസ്കരിക്കാതെ ഇവിടെ നിൽക്കരുത്. ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. അല്ലാത്തവർ എവിടെയെങ്കിലും പോയി നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എൻ്റെ മക്കളായാലും എനിക്കൊരു കുഴപ്പമേ ഇല്ല. നിസ്കരിക്കാത്ത മക്കൾ എന്തിനാ? അത് നിസ്കാരമല്ല വേണ്ടത്. എന്തായാലും അതിനൊക്കെ ഒരു തീരുമാനമെടുക്കൽ നിർബന്ധമായിട്ടുണ്ട്. അല്ലാതെ ഇതിവിടെ കുറേ വെച്ച് വിളമ്പും, അവർ തോന്നുമ്പോൾ വന്ന് കഴിച്ചു പോകും. അങ്ങനെ ഒരു കഥ, ഒന്നിലൊരു അടുക്കും ചിട്ടുമില്ല. മക്കളാണെങ്കിലും നല്ല മക്കളെ മതി എനിക്ക്. ഞാൻ പെറ്റിട്ടുണ്ട് മക്കളെ 4 പക്ഷേ ഹയറായ മക്കളെ എനിക്കിവിടെ നിന്നാൽ മതി. അല്ലാത്ത മക്കൾ പുറത്ത് എവിടെയെങ്കിലും പോയി താമസിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അവരെ തീറ്റി പോയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല. ഉമ്മാക്ക് അന്ന് ശരിക്കും ദേഷ്യം പിടിച്ചിരുന്നു മക്കളുടെയും മരുമക്കളുടെയും കാര്യത്തിലൊക്കെ. എൻ്റെ നുസൈബ അത് നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ഓനെ കൽപ്പിച്ച് കൂട്ടി കരുതി കൂട്ടിയാണ് അവളെ നഷ്ടപ്പെടുത്തിയത്. അതിൻ്റെ മനസ്സിൽ, എൻ്റെ നെഞ്ചിൽ അതൊരു കനലായി ഇപ്പോഴുമുണ്ട്. അതൊരു വല്ലാത്ത വേദനയാണ് എനിക്ക്. അത് ഒരിക്കലും എനിക്കിത് തിരിച്ച് കിട്ടൂല എന്നറിയാം. എന്നാലും ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്യും, പഠിച്ചവനെ എൻ്റെ നുസൈബ അവളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, എല്ലാ കാര്യത്തിലും വിജയം നൽകണം റഹ്മാനെ എന്ന് പറഞ്ഞ്. നുസൈബയുടെ വീട്ടിൽ അവൾ പഠിക്കുകയാണ്, എക്സാമിനുള്ള തയ്യാറെടുപ്പിൽ. അതിൽ മിസ്സ് വിളിക്കുന്നു. ഹലോ നുസൈബ. ആ പറയൂ മിസ്സേ. അതെ, നാളെ അർജൻറ്റായിട്ടൊരു ക്ലാസ്സുണ്ട്, അതിൽ മോള് പങ്കെടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ക്ലാസ്സൊക്കെ മിസ്സായില്ലേ, അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളതാണ്, ഒരിക്കലും വരാതിരിക്കരുത്. നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് മാറ്റിവെച്ച് ഇന്നലെയുള്ള സംഭവങ്ങളെല്ലാം മറന്ന് നാളെ എങ്ങനെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാം, അതിലേക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ എന്തായാലും നുസൈബ നാളെ ക്ലാസ്സിന് ഇവിടെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ? ഓക്കെ മിസ്സേ. ഫോൺ അതാ മിസ്സ് കട്ട് ചെയ്തു. ഉമ്മ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ നുസിയേ. നുസൈബ. ആരാടി? ഉമ്മ അത് മിസ്സായിരുന്നു. ഓഹോ, എന്താ പറഞ്ഞത്? നീ പറഞ്ഞുകൂടായിരുന്നോ നല്ല പഠിക്കണുണ്ടെന്നൊക്കെ? ഉമ്മ നാളെ അർജൻറ്റായിട്ട് എന്തായാലും നിർബന്ധമായിട്ടും ക്ലാസ്സിന് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മിസ്സാക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ട ദിവസമാണ്, അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. മോളെ എന്നാൽ എൻ്റെ മോള് നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. എന്നാൽ മോള് പോയിക്കോ നാളെ. സാരല്ല, വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ മോള് പോകണം. ഇൻഷാ അല്ലാ എൻ്റെ കുട്ടീനെ പഠിച്ചോ അനുഗ്രഹിക്കും. നോക്കിക്കൊണ്ടേ, എൻ്റെ കുട്ടി കുറേ അനുഭവിച്ചതല്ലേ, അതൊന്നും സാരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം നൽകും.
ഉമ്മ അത് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അല്ലെങ്കിലും ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വല്ലവരെയും കുറിച്ച് ഉണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നീറലുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ വന്നു പോയതാണ് അതൊക്കെ. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് പ്രയാസം അനുഭവിക്കുന്നില്ല. ഹേയ്, എന്തിനാ ആർക്കോ വേണ്ടി സങ്കടപ്പെടുന്നത്? ആ രാത്രി നുസൈബ നല്ല സന്തോഷത്തിലായിരുന്നു. നാളെ ക്ലാസ്സിന് പോകണം, പിന്നെ മിസ്സിൻ്റെ അടുക്കലേക്ക് പോകണം എന്നൊക്കെ ആലോചിച്ച് ഷിഫയെ കാണണം. പിറ്റേന്ന് വളരെ നേരത്തെ തന്നെ അതാ നുസൈബ ഉണർന്നു, തഹജ്ജുദ് നിസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ നീ നന്മ കൊണ്ടുവരണേ അല്ലാ, എൻ്റെ കാര്യങ്ങളിൽ നീ വിജയം നൽകണേ അല്ലാ. അന്ന് സുബഹി നിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞ് അതാ നൂർ ഫാത്തിമ ഹിജാബ് ധരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും. മോളെ, വഅലൈക്കും അസ്സലാം. സൂക്ഷിച്ച് പോണേട്ടോ. ആ ഉമ്മ. അന്ന് നുസൈബയ്ക്ക് എന്തെന്നില്ല വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. ഉമ്മ വിചാരിച്ചു, പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് നീ മറവി കൊടുക്ക്, ഫൈസലിനെ കുറിച്ചുള്ള മറവി നീ കൊടുക്ക് റഹ്മാനെ. അതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ, അവളിങ്ങനെ നീറി വേദനിച്ചു കൊണ്ടിരുന്നാൽ അവളുടെ ആ സൗന്ദര്യവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും. പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് നീ ഹാപ്പി നൽകല്ലാ. ഉമ്മ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവൾ ബസ് സ്റ്റോപ്പിലെത്തി. അവളുടെ കൂടെ വരുന്ന ആ ഫ്രണ്ട് അവളോട് പറഞ്ഞു, നുസൈബ, നീ എന്താടി കുറേ ദിവസമായാലും വന്നിട്ട്, ഇങ്ങനെയൊക്കെ നീ എന്താ ലീവ് എടുക്കാൻ കാരണം? എന്തുകൊണ്ടായിരുന്നു? എടി, അതൊന്നുമില്ലടി. പിന്നെ മിസ് എന്നെ വിളിച്ചു, അപ്പോഴാണ്. പിന്നെ എക്സാം ആയില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെയിലത്തൊക്കെ വന്നിട്ട്. ഓഹ്, അതാണല്ലേ. എന്നാലും ഡി, ഡയറക്റ്റ് ക്ലാസ് കിട്ടുക എന്നാൽ അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? സാരല്ലടി, ഞമ്മക്ക് പഠിച്ചാൽ വിചാരിച്ചത് ഉണ്ടാകും. അല്ല നുസൈബ, ഞാൻ ഒരു വാർത്ത കേട്ടു. നീ വരാത്തത് മറ്റൊന്നുകൊണ്ടുമല്ല, അത് നിന്റെ കെട്ടിയോനെ ഒഴിവാക്കിയെന്നോ അങ്ങനെയൊക്കെ പറയണ കേട്ടു. അതാണടി. ഒരു നിമിഷം നുസൈബക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ എന്ത് പറയണമെന്നറിയാതെ സ്തംഭിച്ച് നിന്നുപോയി. അവൾ, എടി, ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമായോ? നുസൈബ ഒന്നും മിണ്ടിയില്ല. എത്രയൊക്കെ തന്നെയായാലും അവൾ പറഞ്ഞു, ഹേയ്, വിഷമമൊന്നുമില്ല, അതൊക്കെ പഠിച്ചവൻ്റെ ഒരു വിധിയല്ലേ, സാരല്ല. അതാ ബസ് വരുന്നു. അവർ ബസ്സിൽ കയറി. കുറേ ദിവസമായി സ്കൂളിലേക്ക് പോയിട്ട് ഇപ്പോഴിതാ കുറേ ദിവസത്തിന് ശേഷമാണ് ബസ്സിൽ കയറിയത്. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. കണ്ടവരൊക്കെ, സ്ഥിരമായി കാണുന്നവരൊക്കെ എവിടെയായിരുന്നു, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ. അവരുടെ കോളേജിൻ്റെ മുമ്പിലുള്ള ആ ഒരു സ്റ്റോപ്പിൽ അതാ നുസൈബ ബസ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾ ഒരു കാഴ്ച കണ്ടു. അതെ, ഞങ്ങൾ ബസ് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്തായിട്ട് ആ ബസ് സ്റ്റോപ്പിനടുത്ത് തൻ്റെ സാറിനോട് ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പഠിച്ചവനെ, സാറിനെയൊക്കെ കണ്ടിട്ട് എത്രയായി എന്നവൾ വിചാരിച്ചു. അവൾ ബസ് ഇറങ്ങി നേരെ സാറിൻ്റെ അടുത്തേക്ക്. സാർ. ആഹാ നുസൈബ, നീ വന്നോ, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് അവളെ സാറ് അഭിനന്ദിച്ചു. തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നത് മൊബൈൽ ഷോപ്പിലെ ഷമ്മാസ്കയായിരുന്നു. അവർ പുതിയൊരു ഷോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. സാറിനോട് വിവരം പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നിറങ്ങിയത്. ഹിജാബിയെ കണ്ട ഷമ്മാസ് ഞെട്ടിപ്പോയി. പഠിച്ചവനെ, ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ആ ഹിജാബി അവളതാ വീണ്ടും വന്നിരിക്കുന്നു. സാർ അവളോട് കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അതെല്ലാം ഷമ്മാസ് കേട്ടു. എന്തു പറ്റി? എന്താണാവോ? അല്ല സാറേ, എന്താ അവൾക്കിന്ന് സ്പെഷ്യലായിട്ടൊരു കൺഗ്രാജുലേഷൻസ്? ഷമ്മാസ് നുസൈബയുടെ മുമ്പിൽ വെച്ച് തന്നെ സാറിനോട് ചോദിച്ചു. സാറ് പറഞ്ഞു, അതൊക്കെയുണ്ട് അല്ലേ നുസൈബ? അതൊക്കെയുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യലാണല്ലേ. എല്ലാം റെഡിയാവും. മോള് നന്നായി പഠിക്കണം കേട്ടോ. ചെല്ലേ ക്ലാസ്സിലേക്ക്, ഞാനിതാ വരുന്നു. നുസൈബ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും അവളെ വളരെയധികം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഷിഫ അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ നുസൈബ, നീ വന്നല്ലോ,
പക്ഷേ പലർക്കും ഭയമായിരുന്നു. നുസൈബ ഇനിയും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളുടെ റാങ്കൊക്കെ അവൾ തട്ടിയെടുത്ത് അത് കരസ്ഥമാക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവർക്കെല്ലാം ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. എങ്കിലും അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം അവളുടെ സ്വഭാവ രീതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു പിണക്കങ്ങളുള്ളൂ. കാരണം ഇവൾ നന്നായി പഠിക്കും, മറ്റുള്ളവർക്കാണെങ്കിൽ അത്ര കഴിയില്ല. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞ് നുസൈബയെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും അവളെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്. ഷമ്മാസും സാറും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഷമ്മാസ് വെറുതെ ചോദിച്ചു, അല്ല എന്ത് സാറ്, ആ കുട്ടി ആദ്യമൊക്കെ കണ്ടിരുന്നു, ഇപ്പോൾ? അതെ, സംഭവം പറഞ്ഞാൽ ഞങ്ങൾ അവരെ വീട്ടിൽ പോയിരുന്നു. വീട്ടിലോ? അതെ, ഞാനും മിസ്സും കൂടെ പോയിരുന്നു. നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ഒരു അഭിമാന താരമാണ് ആ കുട്ടി. അത് ഭയങ്കര ഒരു മെമ്മറിയാണെന്നേ, ഭയങ്കര പവറാണ്. സാധാരണ നോർമലി കുട്ടികളുടെ പോലെയല്ല. കൂടുതലായിട്ട് എന്ത് തന്നെ നമ്മളിപ്പോൾ ഒരു വാക്കുകൾ പറഞ്ഞാൽ തന്നെ അതിൻ്റെ വലിയൊരു സെൻറ്റൻസ് തന്നെ കൊടുത്താലും അത് പെട്ടെന്ന് തന്നെ ഒറ്റ പ്രാവശ്യം അത് ബൈ ഹാർട്ടാക്കി നമുക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു തരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരുപാട് ഡൗട്ട്സുകൾ ആ കുട്ടിക്കുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമുക്ക് ആവശ്യം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും. അതൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ നല്ലതാണ്. കാരണം റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുന്ന കുട്ടികളാണല്ലോ, അതുകൊണ്ട്. പക്ഷേ ഈ കുട്ടി നന്നായി പഠിച്ച് ക്ലാസ്സിൽ വരുന്നതിനിടയിൽ ഒരു ദിവസം ഈ കുട്ടി ക്ലാസ്സിൽ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എവിടെ നുസൈബ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യത്തെ 2 ദിവസം ലീവായിരുന്നു. അത് അവരുടെ പാരൻസ് എന്താ സുഖമില്ലായിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ തുടർച്ചയായി ലീവ് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എവിടെയാണ് ഇപ്പോൾ ഈ കുട്ടി? നന്നായി പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടെ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതുമല്ല ഒരുപാട് ക്യാഷ് കൊടുത്ത് പഠിക്കണമല്ലേ, അത് ഒരു ക്ലാസ് നഷ്ടപ്പെട്ട അവർക്ക് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മിസ്സിനോട് ഇങ്ങനെ പറഞ്ഞത് കാര്യങ്ങൾ. എന്നാൽ മിസ്സും പറഞ്ഞു, നമുക്ക് വീട്ടിലേക്കൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ കാര്യങ്ങൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാനേജ് ചെയ്ത് നോക്കാമല്ലോ, പറഞ്ഞു നോക്കാമല്ലോ. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഇങ്ങോട്ട് പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ആ കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഉറപ്പാണ്. അത്രയ്ക്കും മെമ്മറി പവറുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഓഹോ, അത്രയ്ക്ക് ഉഷാറാണ് ആ കുട്ടി. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ പാതി വഴിയിൽ വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരാളും കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തിരിഞ്ഞു പോവാറില്ല. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടമാണ് നമുക്ക്. എന്തായാലും ഞങ്ങൾ പോയപ്പോൾ ആ ഒരു വീടിൻ്റെ അവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ വളരെ ദയനീയമായൊരു അവസ്ഥയായിരുന്നു അവരുടെ വീടൊക്കെ. പിന്നെ സുഖമില്ലാത്ത ബാപ്പ, അങ്ങനെയൊക്കെ. എന്തായാലും ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ വളരെയധികം ദയനീയത തോന്നി. അതെന്താ? അത് ആ കുട്ടിയെ ചെറുപ്പത്തിൽ പിടിച്ച് കെട്ടിച്ചതാണത്രേ. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ആയ ആ ഒരു ടൈം ആകെ 1 മാസമോ 2 മാസം കണ്ട് ക്ലാസ്സിന് പോയി. അപ്പോഴേക്കും വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ച് അത് റെഡിയായി. അങ്ങനെ ആ കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവമൊന്നും അത്ര നല്ലതല്ല. കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അവിടെയെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ട്. പിന്നെയാണ് ഒരു വാർത്ത കേട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയും കേട്ടു. അത് കേട്ടപ്പോൾ ആ കുട്ടി ആകെ തളർന്നു പോയി, ആകെ തകർന്നു പോയി. ഇല്ല, ഇനി എനിക്ക് ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഞാൻ പഠിച്ചിട്ട്? എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ കൂട്ടാൻ ഒരിക്കലെങ്കിലും വരുമെന്ന് അവൾ വിചാരിച്ചിരുന്നത്രേ. പക്ഷേ അത് കേട്ടപ്പോൾ അവൾ ആകെ തകർന്നു പോയി. അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആ ഒരു ടൈമാണ് അവൾ ക്ലാസ്സിന് വരാതിരുന്ന ടൈം. ആ കൊച്ചിന് കുഞ്ഞുങ്ങൾ ഇല്ല, അതൊന്നുമില്ല. ഭർത്താവിനോട് തീരെ ഒരു ബന്ധമില്ലാത്ത പെൺകുട്ടിയല്ലേ, പിന്നെങ്ങനെ? അപ്പം അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ വിഷമായി. ഞങ്ങൾ വിചാരിച്ചു, നല്ല പഠിക്കാൻ കഴിയുന്ന കുട്ടികളെ ചെറുപ്പത്തിൽ പിടിച്ച് കെട്ടിക്കും, പിന്നെ അവരുടെ അവസ്ഥ ഇതായി തീരും. പിന്നെ
അവർക്ക് ശരിക്കും നല്ല രീതിയിലൊരു ജീവിതം പോലും ഇല്ലാത്തൊരവസ്ഥ. അതാണ് ആ കുട്ടിയുടെ അവസ്ഥ. പക്ഷേ ആ കുട്ടി വീണ്ടും പഠനത്തിലേക്ക് വന്നത് അതും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആ കുട്ടി ശരിക്കും തകർന്നു പോയി. അതാണ് സംഭവിച്ചത്. അവൾ ക്ലാസ്സിൽ വരാതിരിക്കാനുള്ള കാരണം അതുതന്നെയാണ്. അപ്പോൾ മിസ്സ് വിളിച്ച് പറഞ്ഞതാണ്, ഇങ്ങനെയൊരു സംഭവം ഉണ്ട് മോളെ, അർജൻറ്റായിട്ട് മോള് വരണം, വന്നാൽ നല്ലൊരു കാര്യമാണ്, ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. അത് കേട്ടപ്പോൾ വന്നതാണ്, അല്ലെങ്കിൽ വരില്ല. അവൾ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നോ, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോളാം, എക്സാം എഴുതിക്കോളാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു ഗുരുനാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ഒരിക്കലും അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതിനോട് ഒക്കൂലല്ലോ ഒരിക്കലും ഓൺലൈനായിട്ട് പഠിക്കുന്നത്. അത് അവരുടെ മുമ്പിൽ നിന്ന് പഠിക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്ക് മെമ്മറിയിൽ കയറും. അല്ലാതെ ഫോണിലൂടെയൊക്കെ പഠിക്കുമ്പോൾ അത് എത്രയൊക്കെ തന്നെയായാലും ആ ഒരു ഉഷാറ് കിട്ടില്ല. അങ്ങനെ എന്തായാലും വന്നു, അതിനാണ് ഞാൻ കൺഗ്രാജുലേഷൻസ് പറഞ്ഞത്, വേറൊന്നുമല്ല. ഷമ്മാസ് കഥകളെല്ലാം കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഹിജാബി, അതെ, അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഷമ്മാസിന് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. എൻ്റെ മനസ്സിൽ ആകെ കടന്നുകൂടിയ ആ ഒരു ഹിജാബി, വേറൊരു പെണ്ണിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അവളാണല്ലോ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്നത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സാറ് പറഞ്ഞല്ലോ. പക്ഷേ അവസാനം അവൾ ഡൈവേഴ്സ് ചെയ്തത് വരെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി, അതെ, അവൾ അതുതന്നെ, പാവം. എന്തായാലും ഭർത്താവ് ഉപേക്ഷിച്ചതാണല്ലോ. അതുകൊണ്ട് ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നുകൂടിക്കൊണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ പറ്റാത്ത വിധം അവളെൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ഇപ്പോഴിതാ സാറിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുകൂടിയിരിക്കുന്നു. സാർ, എന്നാൽ ഞാൻ വരാം. ഓക്കെ, ആ ശരി ഷമ്മാസ്. സാറ് അതാ ക്ലാസ്സിലേക്ക് പോകുന്നു. നുസൈബ എത്തിയ സന്തോഷത്തിൽ സാറ് നേരെ ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ കോളേജിൻ്റെ താരം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യണം. പിന്നെ ഇനി നമുക്ക് ക്ലാസ്സുകൾ അധികമൊന്നുമില്ല, ഇനിയിപ്പോൾ ഫിനിഷിംഗ് ആണ്. എന്തായാലും നുസൈബ എത്തിയതല്ലോ, അതുകൊണ്ട് അവൾ എത്തിയത് കൊണ്ട് തന്നെ നമ്മളല്പം ഹാപ്പിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഈ സ്ഥാപനത്തിൻ്റെ ഉയർന്ന വളർച്ചയാണ് വേണ്ടത്. അതിനെക്കുറിച്ചെല്ലാം സാറ് അതാ നന്നായി അവരോട് പറയുകയാണ്. കുറച്ച് അധികം ടോപ്പിക്കുകൾ അന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഷമ്മാസ് നേരെ ഷോപ്പിലേക്ക് ചെന്നു. ഷോപ്പിലേക്ക് ചെന്ന് ആ ഒരു ചെയറിലിരുന്ന് ഒന്ന് കറങ്ങി. എന്താ ബോസേ, എന്തോ മനസ്സിലുണ്ടല്ലോ. ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ സന്തോഷം അത് വല്ലാതിങ്ങുണ്ട്, മുഖം നോക്കിയാൽ അറിയാം. സ്റ്റാഫ് ചോദിച്ചു, ഇന്ന് കാര്യമായിട്ട് എന്തോ ഒരു വിഷയമുണ്ട്. സംഭവം മുഖത്ത് അല്പം സന്തോഷമൊക്കെ കാണാണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ചിലവ് വേണം കേട്ടോ. എടാ, ചിലവ് അത് നമുക്ക് എപ്പോഴും ആവാലോ. നിങ്ങൾ എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ. നിങ്ങൾക്ക് ചിലവ് തരാതെ പിന്നെ ആർക്കാണ് ഞാൻ തരിക? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ, അതൊക്കെ ഞാൻ തരുന്നതല്ലേ. ഷമ്മാസിൻ്റെ ആ ഒരു നല്ല സ്വഭാവം കൊണ്ട് തന്നെ അവിടെ ജോയിൻ ചെയ്തവരാരും തിരിച്ചു പോയിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ മുതലാളിയെ. അത്ര കുഞ്ഞീറ്റ് സ്വഭാവമാണ്. എന്നാൽ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് സ്പെഷ്യലാക്കാം, എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ഫുഡ് അല്ലേ? യെസ്, അതാണ് നമ്മൾ മുതലാളി. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അല്ലെങ്കിലും മുതലാളി അങ്ങനെ തന്നെ. എന്നാലും ആ ഒരു സന്തോഷം എന്താണെന്ന് ഞങ്ങളോട് കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടി അതിലൊരു പങ്ക് വഹിക്കാലോ മുതലാളി. ഹേയ്, അതൊന്നും പറയാനായിട്ടില്ല, അതൊക്കെ പറയാം ഇൻഷാ അല്ലാ, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഒന്നും ഒരിക്കലും നമ്മൾ അമിതമായി പ്രതീക്ഷിക്കരുത്. പക്ഷേ ചിലപ്പോൾ അത് തട്ടിത്തിരിഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരാനും ചാൻസ് ഉണ്ട്. എങ്കിലും എപ്പോഴും പഠിച്ചവനെ ഓർക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പഠിച്ചവനെ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ചോദിച്ചത് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരും ഇൻഷാ അല്ലാ. നമ്മൾ പ്രതീക്ഷിക്കണം, ഒരുപാട് ചോദിക്കണം. പക്ഷേ തെറ്റായ രീതി കണ്ടാൽ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ നമ്മൾ ചിന്തിക്കരുത്. തെറ്റിൻ്റെ ഭാഗം, അതിന് പൊറുക്കലിനെ തേടണം.
അങ്ങനെ എങ്ങാനും തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടും. അതാണ്. ഷമ്മാസ് അന്ന് അവർക്കുള്ള ഫുഡെല്ലാം വാങ്ങിക്കൊടുത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. ഉമ്മയാണെങ്കിൽ വീട്ടിൽ അന്നൊരു ചർച്ചയ്ക്കൊരുങ്ങി നിൽക്കുകയാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്. ഷമ്മാസ് വളരെയധികം ഹാപ്പി ആയിക്കൊണ്ടാണ് അന്ന് വീട്ടിലേക്ക് പോകുന്നത്. പോകുമ്പോൾ കുട്ടികൾക്കുള്ള ഒരുപാട് സ്വീറ്റ്സും കേക്കും മിഠായിയുമെല്ലാം വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.